അർഹിക്കുന്നത് കൊടുക്കുന്നത് സ്നേഹമാണ്, എന്നാൽ അർഹിക്കാത്തത് കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ കരുണ. ഈശോ തന്നെയാണ് കരുണയുടെ രാജാവ്. കാരണം പറയാൻ വെച്ചാൽ നമുക്കൊരു അർഹതയില്ലാതിരുന്നിട്ടും പാപികളായി നമുക്ക് വേണ്ടിയിട്ട് അവസാനത്തുള്ളി രക്തം വരെ ചിന്തിയ ഈശോ തന്നെയാണ് നമുക്ക് എന്നും മാതൃക. പാപികളായിരുന്നിട്ടും ബലഹീനരായിരുന്നിട്ടും തന്നെ ഒറ്റുകൊടുക്കാൻ ഇരിക്കുന്നതെന്ന് ഈശോയ്ക്ക് അറിഞ്ഞിട്ട് പോലും ഈശോ വിശുദ്ധ കുർബാനയായിട്ട് നമ്മുടെ നാവിൽ തുമ്പിൽ അലിഞ്ഞു ചേരുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഈശോയുടെ ഏറ്റവും വലിയ കരുണ എന്ന് പറയുന്നത്. ബൈബിളിൽ വ്യഭിചാരിയായിട്ടുള്ള സ്ത്രീ ഈശോയുടെ അടുക്കൽ വരുമ്പോൾ ഈശോ പറയുന്നുണ്ട്, പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അവിടെ ആയാലും ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന സാവൂളിനെ നീ പീഡിപ്പിക്കുന്ന ഈശോ ആകുന്നതെന്ന് ഈശോ പറഞ്ഞതാണ്. എന്നിട്ടും അവനോട് അവിടെ കരുണ കാണിച്ചു. നല്ല സമരക്കാരുടെ ഉപമയോട് പറഞ്ഞു, നല്ല അയൽക്കാരെന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ കരുണ കാണിക്കുന്നവനാണ്. അതുപോലെ തന്നെയാണ് അന്ധനോട് ദാവീദിന്റെ പുത്രനിൽ കനിയണമേ എന്ന് പറയുമ്പോഴേക്കും അവിടെ ഈശോ കരുണ ചൊരിയുകയാണ്. നമ്മളും ഇപ്പൊ പാപം ചെയ്യുമ്പോഴും ഈശോ നമ്മൾ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. നമ്മുടെ കൂടെ പിടിച്ച് നമ്മുടെ ഒപ്പമാണ് ഈശോ സഞ്ചരിക്കുന്നത്. നമ്മളെ കൈവടിയാണ് നടക്കുന്ന ഈശോ തന്നെയാണ് എന്നും നമ്മുടെ റോൾ മോഡൽ. നമ്മൾ എന്നും അനുകരിക്കേണ്ടത് ഈശോയെ തന്നെയാണ്. ഈശോയെ